ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് 4th ഡേ ആണ് ഗൈസ് ട്രിപ്പിൻ്റെ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലാണ്. ഇന്ന് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് പോവാണ് ഗൈസ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പം നമ്മൾ ഇന്ന് പോണത് മൂന്നാറാണ്. മൂന്നാർ ടച്ച് ചെയ്ത് നമ്മൾ കൊച്ചിക്കാണ് പോണത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പപ്പയുടെ കൂടെയോ? चांद तारों से भी आगे ढूंढेंगे ऐसा जहां रे जहां पे कोई ना कमी हो, कोई भी रहे ना खफारे। तेज है ये हवाएं ले जाए कहां, मेरे मन में जाके अरमाने सरके तेरी सदा। ഫ്രണ്ട്സ്, ഞങ്ങൾ 7 മണിക്ക് ഇറങ്ങി റൂമിൽ നിന്ന്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, പോണ വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. ചോര ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഉണ്ട് ഇറങ്ങാൻ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ചോരമൊക്കെ ഇറങ്ങി ഞങ്ങളൊന്ന് ഉറങ്ങിയിരുന്നു ഗൈസ്. അപ്പം ഇപ്പം പെരും ചൂട് എവിടെയാണെന്ന് അറിയില്ല ഗൈസ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന കടയിൽ നിർത്തിയേക്കാണ്. ഫ്രണ്ട്സ്, ഞാൻ കല്ലുദോശയും ഓംപ്ലേറ്റും ആണ്. ഫ്രണ്ട്സ്, ദിയമ്മോളും ഇഡലി. നമ്മൾ ആക്ച്വലി ഒരു 2.5 മണിക്കൂർ കൊണ്ട് എത്തും മൂന്നാർ. വന്നു ഗൈസ്, ദോശ വന്നു. ഇനി ഓംപ്ലേറ്റ് വരാനുണ്ട്. നാടൻ കോഴി കറിയല്ലായിരുന്നു ഗൈസ്, ഉപ്പിട്ട് എന്തോ ചെയ്തതാണ്. ട്രഡീഷണൽ സ്റ്റൈൽ. So take me away to some other place. Don't wanna wait. Oh my Indian summer, take me away. I ain't afraid, calling your name. Oh my Indian summer. ഫ്രണ്ട്സ്, ഏതോ ഒരു ബോർഡറാണ് അതില്. നമ്മൾ ഏതോ ഒരു ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നേരെ പോയാൽ തേക്കടി, മൂന്നാർ, എറണാകുളം. ഒറ്റ സാധനം തന്നെ ഉള്ളൂ. തേക്കടി വേറെ റൂട്ടാണ്. ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. ചായ കിട്ടിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൊച്ചി കേരളത്തിലായിരുന്നു. നമ്മുടെ കേരളത്തിലെത്തിയപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ ചായ വെട്ടി നമ്മൾ കൊടൈക്കനാൽ ഒന്നും ചായ ഇല്ല. ഫ്രണ്ട്സ്, ഭയങ്കര കാറ്റാണ് ഇവിടെ. ഇവിടെ നിന്ന് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിന്റ്, ചെറിയ വ്യൂ പോയിന്റ്. അപ്പം ഞാൻ നാരങ്ങ സോഡ ഓർഡർ ചെയ്തു. നാരങ്ങ സോഡ നമുക്ക് അവിടെ എവിടെയും കിട്ടാനില്ല ഗൈസ്. നാരങ്ങ സോഡ പറഞ്ഞ സാധനം തന്നെ അല്ല. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് നാരങ്ങ സോഡ കിട്ടിയത്. നമുക്ക് ടെൻഡൻസി വന്നപ്പം ഞാൻ അത് കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു പീസ് മുസമ്പി കഴിച്ചു. പിന്നെ കുറച്ച് നാരങ്ങ സോഡ കുടിച്ച് ഒന്നുകൂടെ മാറും വിചാരിക്കും. വെള്ളം കൂടെ മിക്സ് ആക്കിയ സോഡയാണ് കിട്ടിയത്. എന്താണ് സ്റ്റേ പോസിറ്റീവ്? ബിക്കോസ് അറിയില്ല ഗൈസ്. എനിക്ക് തരാതെ ഐസ്ക്രീം തിന്നു ഗൈസ്. ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ ഫോട്ടോ എടുക്കാണ് ഗൈസ്. ദേവുവിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചെടുത്ത്. ദേവുവിന്റെ സുന്ദരമായ ഫോട്ടോ. ഡിസ്ക്ലൈമർ, ആരും സ്ക്രീൻ ദേവോളതുണ്ടേ ണ്ട് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഗൈസ്. രാവിലെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, നാട്ടുകോഴി ഉപ്പുകറിയുമാണ് കഴിച്ചത്. അതെന്ന് പറയുമ്പോൾ കോഴിയിൽ ഉപ്പും മഞ്ഞളും ഇട്ടത്. ഉപ്പിട്ട് ഫ്രൈ. കോഴിയല്ലത്, കോഴിന്റെ തോലാണത്. സ്കിന്നാണ് കൂടുതൽ. നീ പറഞ്ഞില്ല ഒരു പുഴു പോലത്തെ സാധനം. നാട്ടുകോഴി ഉപ്പുകറി ഏറ്റവും കൂടുതൽ കഴിച്ച ആളുകളാണ്.
ആ സ്കിന്നും അതിന്റെ എല്ലാം ഇപ്പൊക്ക് പണി കിട്ടിയോളൂ ഇപ്പൊ കക്കൂസിന്ന് ഇറങ്ങാൻ നേരല്ലോ. അങ്ങനെ നമ്മളെ കേരളത്തിലെത്തി. ഇതാ തേയിലത്തോട്ടം തുടങ്ങി. ഫുൾ തേയില. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ ഒക്കെ തേയിലകൾ. അടിപൊളി സ്ഥലം. ഇതാണ് നമ്മൾ കാത്തിരുന്ന കിനാശ്ശേരി. ഫ്രണ്ട്സ് പൂപ്പാറ എത്തിയിരിക്കുന്നു. പൂപ്പാറ അടിമാലി മൂന്നാർ. സെയിം റൂട്ട് തന്നെയാണ് കേട്ടോ. അടിമാലി മൂന്നാർ റൂട്ട് തന്നെയാണ്. നെക്സ്റ്റ് രാജാക്കാട് രാജകുമാരി. ഗൈസ് രാജകുമാരി എത്തി. ഗൈസ് നമ്മള് രാജാക്കടല്ലേ രാജകുമാരി എത്തിയപ്പോൾ കുറച്ച് ഇടുക്കി കുറച്ച് സ്പൈസസ് എല്ലാം വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ കയറിയാണ്. എല്ലാം വാങ്ങി. എരിനെല്ലിക്കും വാങ്ങി. എന്തൊക്കെയാ വാങ്ങി പറഞ്ഞു? ഉണക്ക ഇറച്ചി വാങ്ങി, പിന്നെ ഇടിയിറച്ചി, പോർക്ക് മസാല, ചിക്കൻ മസാല, മീറ്റ് മസാല, പിന്നെ ഫ്രഷ് കുരുമുളക്, കാപ്പിപ്പൊടി, ഏലക്കായ എല്ലാം ഏകദേശം എല്ലാം വാങ്ങിയല്ലേ. കടയിലുള്ള കണ്ടപ്പോ തന്നെ ഒരു സുഖം മനസ്സിന്. യാദൃശ്യമായിട്ട് കണ്ടപ്പോ വന്നാലേ ഇടിയർച്ചീനെ കൂടെ കണ്ടിട്ട് വന്ന. അവരവിടെ പോസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അവരെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മള് ലേറ്റ് ആയി വിചാരിച്ചു. അവിടെ പർച്ചേസിംഗിലല്ലേ. ഡ്രസ് കടയിലേ കയറിയിരിക്കുന്നത്. മീ ബെറ്റർ അല്ല പ്രിൻസി. എനിക്ക് എത്ര എന്നെ അറിയാം, എനിക്ക് എത്ര പ്രിൻസി ആൻറ്റീനെ അറിയാം. നെക്സ്റ്റ് ചേച്ചിനോടുള്ള ക്വസ്റ്റ്യൻ ഇപ്പൊ ഉണ്ടല്ലോ, ഈ നൊങ്ങില്ലേ അതാണോ കോക്കനട്ട്, ടെൻഡർ കോക്കനട്ട് ആണോ തേങ്ങയാണോ ഇഷ്ടം? മീൻസ് എനിക്ക് എല്ലാത്തിലും ക്വസ്റ്റ്യൻ തന്നെ. ചേച്ചിക്ക് സ്വത്തുള്ളോണ്ടല്ലേ. ഫ്രണ്ട്സ് ഇവര് ഡ്രസ്സ് നോക്കാൻ പോയി വന്നതാണ്. അവര് കയ്യിലൊന്നുമില്ല ഗൈസ്, കയ്യിലൊന്നുമില്ല, കടയിലും ഒന്നുമില്ല. ചെറിയൊരു തിരുത്തുണ്ട്. ഫുഡ് കഴിക്കാൻ വന്ന് നമ്മള് ചെറുതായിട്ട് കടയൊന്ന് മാറ്റുകയാണ് ഫുഡ് കഴിക്കണ്ടേ. അപ്പൊ നമ്മള് വേറെ സ്പോട്ട് നോക്കി പിടിക്കാം. വെള്ളത്തൂവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെത്തി ഞങ്ങള്. അതെ, വെള്ളത്തൂവൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ ആരെങ്കിലും നമ്മുടെ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ചോറ് വന്നു ഗായ്സ്. ചോറ് ഇലയിലല്ല, ചോറ് പ്രാവശ്യം പ്ലേറ്റിലാണ്. ഫ്രണ്ട്സ് ഞങ്ങള് ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നല്ല ഫുഡ് ആയിരുന്നു ഗൈസ്. ഞങ്ങൾ പ്രതീക്ഷിച്ച അതേ ഫുഡ് കിട്ടി. പ്രത്യേകിച്ച് മോരും ബീഫും. ബീഫ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വയറൊക്കെ നിറഞ്ഞു ഗൈസ്. ഇപ്പം ഇനി ഒരു ഉറക്കം ഇറങ്ങി കഴിഞ്ഞാൽ സമാധാനം. സോ അപ്പോൾ നമുക്കിനി നേരെ കൊച്ചിയിലേക്ക് പോകാം. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ പെരുമ്പാവൂർ എത്തിയിട്ടോ. പെരുമ്പാവൂർ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടാമത് പിന്നെ ഒന്നും കൂടെ ഉറങ്ങി ഗൈസ്. ഇന്ന് ഫുൾ ഉറക്കമായിരുന്നു. തിന്നാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ ഗൈസ്. സ്ലീപ്പ് ഡേ. ഈശാൻ്റെ ഒരു മുട്ട ബജി കഴിച്ചു. ഞാനൊന്നും കഴിച്ചില്ല ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. നമ്മളിപ്പോൾ റൂം നോക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. ഭയങ്കര ഞങ്ങൾ ഇത്രയും നേരം ചുട്ടു പുഴുങ്ങി പുൾസയായി ഇരിക്കുകയായിരുന്നു ഗൈസ്. ഇപ്പോഴാണ് ഒന്ന് വണ്ടി ഓണാക്കി ഒന്ന് AC കൊണ്ടത്. നമ്മൾ മൂന്നാർ ടച്ച് ചെയ്തിട്ടില്ല. വഴി വന്നു. ഇടുക്കി വഴി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വന്നു ഗൈസ്. ഇപ്പൊ ഞങ്ങള് എവിടെ എറണാകുളം ജില്ല എത്തി. മണലിമുക്ക് പറഞ്ഞ സ്ഥലം. ആലുവയിൽ മണലിമുക്ക് അങ്ങനെ ആയിരിക്കും. പൂക്കുടുംബാടത്ത് പാരക്കപ്പാടം പറയുന്ന മാതിരി. അപ്പൊ അവർ റൂം നോക്കാൻ പോയതാണ് ഗൈസ്. ഇവിടെ കിട്ടുമോന്ന് അറിയാൻ പോയതാണ്. ഫ്രണ്ട്സ് ഫൈനലി ഞങ്ങൾക്ക് റൂം കിട്ടി. അലഞ്ഞ് റൂം കിട്ടി ഗൈസ്. അപ്പം എന്താ ഒരു നോർമൽ റൂമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞങ്ങളിപ്പോൾ എത്രങ്ങാനും റൂം അറിയോ? 1 2 3 4 റൂം ഞങ്ങൾ തപ്പി. അപ്പോൾ ലാസ്റ്റ് ഇതാണ് കിട്ടിയത്. നമുക്ക് അടുത്ത് തന്നെ കിട്ടി. സ്കൂളിന്റെ ഏകദേശം അടുത്തായിട്ട് വരും. അയ്യോ ഇവിടെ സ്കൂളിന്റെ പേരില്ല ഒരു ഹോസ്പിറ്റലിന് മുമ്പ് ഞങ്ങൾ വന്നായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. കുറച്ചു മുമ്പ് ഇല്ലമ്മേ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലോ? ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞു ഇവർക്ക് സ്കൂളൊക്കെ ഉണ്ട് ഈ പേരിൽ ഞാൻ പറഞ്ഞു. എന്നിട്ട് കാറിലിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഡയലോഗ് ഞാൻ പറഞ്ഞായിരുന്നു. ആരും ശ്രദ്ധിക്കുമെന്ന് പറയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഇന്ന് മിക്കതും ഉറക്കായിരുന്നു. എന്താ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഉറങ്ങി. എനിക്കെന്താ അറിയോ, ഉറങ്ങാതെ നിന്ന് കഴിയുമ്പോ എനിക്ക് ഛർദ്ദിക്കാൻ വരില്ല. അപ്പൊ ഞാൻ ഉറങ്ങാ. ഇപ്പൊ നമ്മൾ എത്ര കിലോമീറ്റർ പോകുന്നു അല്ലേ? നമ്മള് കൊറേ കിലോമീറ്റർ. ആക്ച്വലി ഞങ്ങളുടെ ട്രിപ്പ് ഞാൻ ആദ്യം ഇത് പ്ലാൻ ചെയ്ത സമയത്ത്
ഞാൻ ഫോൺ വിളിച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പം ഞാനിങ്ങനെ പറയുകയാണ്, സിജോനോടും അവരോടൊക്കെ പറയുകയാണ്, നമുക്ക് ഊട്ടി വഴി കയറിയിട്ട് ഒരു ദിവസം അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ മേട്ടുപ്പാളയം വഴി ഇറങ്ങി നമ്മൾ കൊടൈക്കനാൽ പോകുന്നു. അവിടെ ഒരു 2 ദിവസം നിൽക്കുന്നു. അവിടെ നമ്മൾ മൂന്നാർ വഴി വന്ന് മൂന്നാർ ദിവസം നിന്ന് പിന്നെ എറണാകുളം വഴി ഇറങ്ങി പോരുന്നു എന്നുള്ളൊരു പ്ലാൻ പറഞ്ഞപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അത് നല്ല ട്രിപ്പാണ്, അടിപൊളിയാണ്, ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് ഫിക്സ് ചെയ്തു. ഇവർ വിചാരിക്കുന്നത് ആ രസം ഈ റോഡ് ട്രിപ്പിലുണ്ടാവില്ലല്ലോ. കാരണം നമുക്ക് റോഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഫുള്ളി യാത്രയായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ യാത്ര നല്ലൊരു, എനിക്ക് തോന്നുന്നു ഇത്രയും സമയം കൊണ്ട് ഏകദേശം ഒരു 750 കിലോമീറ്റർ 1000 കിലോമീറ്റർ അടുപ്പിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് നമ്മൾ. തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും നമ്മൾ 1000 കിലോമീറ്ററിന് മേലെ കവർ ചെയ്യും. ഞാൻ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എത്ര ഉണ്ടോ നോക്കാൻ. എന്ന് വെച്ചാൽ നമ്മൾ പോരുന്നു, ഊട്ടി ചെല്ലുന്നു, അന്ന് രാത്രി അവിടെ നിൽക്കുന്നു, പിറ്റേ ദിവസം രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നു, കൊടൈക്കനാൽ വരുന്നു, അവിടെ നിൽക്കുന്നു. കൊടൈക്കനാൽ 2 ദിവസം നിന്നെങ്കിൽ പോലും പിറ്റേ ദിവസം രാവിലെ നമ്മൾ കൊടൈക്കനാൽ മൊത്തം വണ്ടിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ തിരിച്ചു വരുന്നു, ഫുഡ് കഴിക്കുന്നു, ഇറങ്ങുന്നു, പിന്നെ നേരെ തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. ഇവിടുന്ന് ഒരൊറ്റ സ്ട്രെച്ചിൽ നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ഇങ്ങനെ കയറി മൂന്നാർ കയറി, മൂന്നാർ ടൗൺ പോയില്ല, ഇങ്ങനെ പോയി എറണാകുളം വഴി. ഇവിടെ എറണാകുളം വൈകുന്നേരം 7 മണി 8 മണിയാകുമ്പോൾ എത്തുന്നു, റൂം എടുക്കുന്നു. നാളെ ഇനിയിപ്പോൾ വണ്ടർലേ മാത്രമേ ഇവർക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാം. അപ്പൊ കുട്ടികൾക്കൊക്കെ ഒരു ആഗ്രഹം വണ്ടർലേ പോണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ നാളെ വണ്ടർലേക്കാണ്. നാളെ ഞങ്ങൾ വണ്ടർലയിലാണ് പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ വണ്ടർലേ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എനിക്ക് നാളെ ദൃശ്യം സിനിമ പോയി കാണാനാണ് താല്പര്യം. പിന്നെ പിള്ളേർക്ക് എന്തായാലും റൈഡ് കാര്യങ്ങൾ അത് ഇതൊക്കെ ഉണ്ട്. ചിലപ്പോൾ ടിക്കറ്റ് ലാഭിക്കാൻ വേണ്ടി വരെ വണ്ടർലേ കയറ്റി വിട്ട് ഞാൻ ചിലപ്പോൾ സിനിമയ്ക്ക് പോകും. അയ്യോ അപ്പൊ ഞാനോ ഞങ്ങൾക്ക് കാണണ്ടേ. പിന്നെ വെച്ചാല് ഭയങ്കര ക്ഷീണം അല്ലേ, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട്. പക്ഷേ അങ്ങനെ ഭയങ്കര ക്ഷീണമൊന്നുമില്ല, എന്നാ ക്ഷീണമുണ്ട്. നമുക്ക് പിന്നെ രാവിലെ മുതൽ തലവേദനയൊക്കെ ആയിരുന്നുകൊണ്ടുള്ളൊരു ക്ഷീണമുണ്ട്. മറ്റു വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 100 കിലോമീറ്റർ പോകുമ്പോൾ തന്നെ ഛർദ്ദിച്ച് തലവേദന എടുത്തുമിടും. ഇത് ഇത്രയും കിലോമീറ്റർ 500 കിലോമീറ്റർ യാത്ര ചെയ്തതുകൊണ്ടുള്ള ഒരു ക്ഷീണമുള്ളൂ. അത് ആർക്കായാലും ഉണ്ടാവും. 500 കിലോമീറ്റർ ഒക്കെ ഒരു ദിവസം യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ 500 യാത്ര ചെയ്തു. ഇന്നലെ ഇട്ട കമന്റ് ഉണ്ടായിരുന്നു എന്താ അർജുമാമനില്ലേ ട്രിപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അർജുമാമന് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അർജുമാമൻ വരാഞ്ഞത്. അർജുമാമൻ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വെളിപ്പെടുത്താനായിട്ടില്ല. അത് പിന്നീട് നമ്മളത് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് അർജുമാമൻ വരാത്തത് പൊതുവെ. പിന്നെ അർജുമാമൻ കൂടുതൽ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യാറ്, അർജുമാമന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് യാത്ര ചെയ്യാറ്. അവർ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകുന്ന ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ടല്ലോ പറയുമ്പോൾ അങ്ങനെ പറയണം. ഞാൻ അർജുമാമൻ ഒരു ഫാമിലി മാൻ ആകുമ്പോൾ ചിലപ്പോൾ നമ്മളിവിടെ ഒന്നുകൂടെ ഇല്ല, ചിലപ്പോ ഒരു 2 ആളും കൂടെ ഫാമിലി ആയിട്ട് പോകാൻ നമ്മളോട് അങ്ങനെ അധികം വന്നിട്ടില്ല, കുറച്ച് മാത്രം. അപ്പൊ നീ അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി മേലെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് മേലെ എഴുതാം, വേണമെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ കിടന്നുറങ്ങാനാ തോന്നുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മേല് കഴുകി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗായ്സ്. ഞങ്ങൾ ഇറങ്ങുകയാണ്. എനിക്കിവിടെ നല്ല തലവേദനയാണ് ഗായ്സ്. അപ്പോൾ അമ്മ വരുന്നില്ല. നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. നാളെ ഒരു സ്പെഷ്യൽ വ്ളോഗും കൂടി ഉണ്ടാവും ഗായ്സ്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ താഴെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാവരും ഉണ്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നാളെ വണ്ടർലേക്കാണ് ഗൈസ് നമ്മൾ പോണത്. അപ്പം എല്ലാവരും കുട്ടികളൊക്കെ ഇവിടെ എല്ലാം എക്സൈറ്റഡ് ആണ്, ഞാനടക്കം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.